ജില്ലാ തരൂർ മണ്ഡലം കുത്തന്നൂർ പഞ്ചായത്തിൽ കർഷക മോർച്ച ജില്ലാ അധ്യക്ഷൻ കെ സദാനന്ദന്റെ നേതൃത്വത്തിൽ നെല്ല് കർഷകരെ സന്ദർശിച്ചു. നെല്ല് സംഭരണം എത്രയും പെട്ടെന്ന് ആരംഭിച്ചില്ലെങ്കിൽ കൃഷിഭവൻ ഉപരോധം ഉൾപ്പെടെയുള്ള സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് കെ സദാനന്ദൻ. 96% കൊയ്ത്തു കഴിഞ്ഞിട്ടും നെല്ലെടുക്കുന്നതിൽ തീരുമാനമായിട്ടില്ല എന്ന ഖേദകരമായ വസ്തുത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നെല്ല് സംഭരണം എത്രയും പെട്ടെന്ന് ആരംഭിച്ചില്ലെങ്കിൽ കൃഷിഭവൻ ഉപരോധം ഉൾപ്പെടെയുള്ള സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടിയുടെ കർഷക മോർച്ച ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ എത്രയും പെട്ടെന്ന് ഈ കർഷകരുടെ നെല്ല് കൊയ്തു കൂട്ടിയിട്ടുള്ള നെല്ല് എടുത്തിട്ടില്ലെങ്കിൽ കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലയിലെ മുഴുവൻ കൃഷിഭവനുകളിലും കർശനമായിട്ടുള്ള ഒരു ഉപരോധം മാർച്ച് പരിപാടി സംഘടിപ്പിക്കാനാണ് ഇന്നലെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന പാലക്കാട് വെസ്റ്റ് ജില്ലയുടെ നേതൃത്വ യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. കൃഷിഭവനുകൾ തുറക്കാൻ അയക്കാത്ത രീതിയിലുള്ള ഒരു ഉപരോധ സമരവുമായിട്ട് കർഷക മോർച്ച മുന്നോട്ട് പോകും. അതുകൊണ്ട് കർഷക മോർച്ചയ്ക്ക് ഇവിടെ പറയാനുള്ളത് എത്രയും പെട്ടെന്ന് അടിയന്തരമായി ഈ കൊയ്തു കൂട്ടിയിട്ടുള്ള നെല്ലുകൾ എടുക്കണം. ബിജെപി മണ്ഡലം പ്രസിഡന്റ് ടി കെ പ്രസാദ്, കർഷക മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി RS ശിവപ്രസാദ്, കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് പരിജാക്ഷൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ, കൃഷ്ണൻകുട്ടി, മോഹനൻ, സുരേഷ്, ചക്രപാണി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. നമുക്കറിയാം, ഇപ്പോൾ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള കഴക്കം മഴകളും മറ്റുള്ള കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഈ നെല്ലുകളെല്ലാം തണുപ്പാണ്. ഇതൊരു 2-3 ദിവസം കഴിയുമ്പോൾ ഇത് നെല്ല് മുളച്ച് പോവുകയാണ്. നമുക്കറിയാം, കേന്ദ്ര ഗവൺമെൻറ് നെല്ലെടുക്കേണ്ട എല്ലാ ചർച്ചകളും കേന്ദ്രത്തിലെ മന്ത്രി വന്ന് കുട്ടനാട്, തൃശ്ശൂർ, പാലക്കാട്, ചിറ്റൂർ മേഖലകളിലെല്ലാം ഈ കൃഷി മേഖലയെല്ലാം പോയി കർഷകരെ നേരിട്ട് കാണുകയുണ്ടായി. അപ്പോൾ പറഞ്ഞത് നെല്ലെടുത്ത് കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ കേന്ദ്രം നെല്ലെടുക്കുകയാണെങ്കിൽ അതിൻ്റെ പൈസ കൊടുക്കാമെന്നാണ് കേന്ദ്രം പറഞ്ഞത്. പക്ഷേ അതിന് കേരള ഗവൺമെൻറ് അതിന് തയ്യാറാകാതെ കേരള ബാങ്ക് മുഖാന്തരം നെല്ലെടുത്ത് 15 ദിവസത്തിനുള്ളിൽ നെല്ലിൻ്റെ പൈസ കൊടുക്കാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷെ അതിൻ്റെ ഒരു ചർച്ചയും ഒരു കാര്യം ഇന്ന് വരെ ഈ പാലക്കാട് ജില്ലയിലല്ല കേരളത്തിൽ എവിടെയും നെല്ലെടുക്കുന്നതിൻ്റെ കാര്യമായിട്ട് ഒരു ചർച്ചയും ഇവിടെ നടന്നിട്ടില്ല. അതുകൊണ്ട് അടിയന്തരമായി എത്രയും പെട്ടെന്ന് ഈ നെല്ല് എടുത്തിട്ടില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി കർഷക മോർച്ച വൻ സമരമായി മുന്നോട്ട് പോകുന്നുവെന്ന് മാത്രം ഈ അവസരത്തിൽ കൊണ്ട് പറഞ്ഞു. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതിന്റെ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.